ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ട്രൗസറിൻ്റെയും പാൻറ്റിൻ്റെയൊക്കെ ക്രോസ് പോക്കറ്റ് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഈ ഒരു പീസ് നമ്മുടെ ഫ്രണ്ട് പീസാണിത്. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മുടെ പോക്കറ്റിനനുസരിച്ച് നമ്മളിവിടെ മുകളിൽ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉൾവശത്ത് നമ്മുടെ മാർക്കിംഗ് വരിക ഇതുപോലെ ക്രോസ് പോക്കറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ, ഈ ഒരു മാർക്കിൽ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ക്രോസ് വരുന്നത്. ഇതുപോലെയാണ് ഉൾവശത്ത് ഇതുപോലെയാണ് മാർക്കിംഗ് ഉണ്ടാകുക കേട്ടോ. ഇത് നമ്മുടെ ഉൾവശമാണ്. ഇനി നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള പോക്കറ്റ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കണ്ടോ, നമ്മുടെ ഈ ഒരു പീസിനെ കണക്കായി ഇതുപോലെ വെച്ച് നമുക്ക് ഈ ഒരു സൈഡ് ഭാഗങ്ങളിലുള്ള എക്സ്ട്രാ പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെയും നമ്മുടെ ഈ ഒരു മാർക്കിംഗ് വരുന്ന സ്ഥലത്ത് ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ. ആ ഒരു പോക്കറ്റിലും വരുന്ന രീതിയിൽ ഈ ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ പോക്കറ്റിൻ്റെ ബോട്ടം ഭാഗം നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. ഇനി നമ്മുടെ പോക്കറ്റ് പീസിനെ നമ്മൾ ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസിനെ കണ്ടോ, നമ്മുടെ ഈ ക്രോസിൽ വരഞ്ഞിട്ടുള്ള ഈ ഒരു പീസിനെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്കിവിടെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന രീതിയാണിത് കണ്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഇനി ഈ ഒരു മാർക്കിലേക്ക് നമ്മൾ ക്രോസിൽ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കണ്ടോ. ഇതുപോലെ ക്രോസിൽ ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു പോക്കറ്റിൻ്റെ ഈ ഒരു ഭാഗം ബാക്കി വരുന്ന കണ്ടോ, ഇതുപോലെ വരുന്ന ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു പീസിനെ കണ്ടോ ഇതുപോലെ ഉൾവശത്തേക്ക് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു പീസിൻ്റെ സൈഡ് വശം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. ഇവിടെ നിന്ന് കേട്ടോ ഇതുപോലെ സൈഡ് വശം നമുക്കൊരു 1/2 ഇഞ്ച് വീതിയിൽ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്ക് ഈ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യാം. നമ്മൾ അതുപോലെ തന്നെ ഇവിടെ മുകളിലേക്കും സ്റ്റിച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു പീസിനെ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ക്രോസിൽ കൂടി കറക്റ്റ് മടക്കിയെടുത്തതിന് ശേഷം നമുക്കിവിടെ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ. ഇതുപോലെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇനി നമുക്ക് പോക്കറ്റ് നമുക്ക് ഇതുപോലെയാണ് വരിക കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഈ ഒരു മാർക്ക് അനുസരിച്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ പോക്കറ്റിനെ നമ്മൾ ഇതുപോലെ വെച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ മടക്കുക. ഇതുപോലെ ഓപ്പോസിറ്റിലേക്ക് മടക്കി നമ്മൾ ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിനെ മറിച്ചിടുക കേട്ടോ. ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മളിവിടെ കേട്ടോ സൈഡിൽ കൂടി മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇനി നമ്മുടെ പോക്കറ്റിനെ നമ്മുടെ പീസിനെ ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു സൈഡ് വശം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ 2 പീസുകളും കൂട്ടി യോജിപ്പിക്കുകയാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ മുകളിൽ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ആദ്യം ഒരു സ്റ്റിച്ച് താഴോട്ടേക്ക് കൊടുക്കും. നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ പ്രഷർ വുഡിൻ്റെ വീതി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്ത് ഇവിടെ നമ്മളൊന്ന് നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ചതിന് ശേഷം നമുക്ക് സൈഡിൽ കൂടി മുകളിലേക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇനി നമ്മൾ ബാക്കി ഈ ഒരു ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ബാക്ക് പീസ്, ഇത് നമ്മുടെ ബാക്ക് പീസാണ്. അപ്പോൾ ബാക്ക് പീസിൻ്റെ ഉൾവശമാണിത്. ഇവിടെ ഇതുപോലെ വെച്ച് നമ്മൾ ഈ ഒരു പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ ഇവിടെ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കുക. നമ്മുടെ പോക്കറ്റിൻ്റെ ആ ഒരു എൻഡ് സൈഡാണത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ താഴോട്ടേക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രോസ് പോക്കറ്റിൻ്റെ ഇതുപോലെയാണ് നമുക്ക് പോക്കറ്റ് കിട്ടുക കേട്ടോ. നമുക്ക് ക്രോസ് പോക്കറ്റ് കണ്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സൈഡ് വശത്തൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. ഇതുപോലെ സൈഡിൽ കൂടി ബാക്ക് പീസിൻ്റെ മുകളിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. ഇതുപോലെ നിർത്തി ഇവിടെ നമ്മൾ ആ ഒരു ക്രോസ് പോക്കറ്റിൻ്റെ ആ ഒരു എൻഡ് ഭാഗം നമ്മൾ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ കേട്ടോ നമ്മൾ കെട്ടിയടിച്ച് കൊടുക്കുക. പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗമാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മുടെ ക്രോസ് പോക്കറ്റ് തയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി